ഹായ് ഫ്രണ്ട്സ്, ക്ലിൻസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. അതായത് കുളത്തിൽ നിന്ന് കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ ആ മോട്ടറിൽ നിന്ന് എങ്ങനെ ഒരു സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ മോട്ടറിൻ്റെ സർവീസ് വയറും 3 പിൻ പ്ലഗുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. 3 പിൻ പ്ലഗ് എന്ന് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് പവർ പ്ലഗാണ്, അതായത് ആംബിയർ കൂടിയ പ്ലഗാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടറിൻ്റെ സ്വിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ദൂരം കൂടുതലാണെങ്കിൽ, അതായത് 100 മീറ്റർ കൂടുതലാണെങ്കിൽ 10-ൻ്റെയൊക്കെ സർവീസ് വയർ യൂസ് ചെയ്യുക. കാരണം ലോസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 1 HP മോട്ടറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻടേക്ക് വരുന്നത് 1.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് വരുന്നത് 1 ഇഞ്ച് ആണ്. അപ്പം 1 ഇഞ്ച് ആകുമ്പം ഇത്ര ഇൻടേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു 3/4 ഇഞ്ചിൻ്റെ 2 സ്പ്രിംഗ്ലർ ഇത് കണക്ട് ചെയ്യാനാവും. ഓസ് കണക്ട് ചെയ്യുന്ന 2 ഓപ്പണിങ്ങിലും ഒരു ഡമ്മിയുടെ പീസും പിന്നെ അതിൻ്റെ അകത്ത് ഒരു റബ്ബറിൻ്റെ ഒരു സീലിംഗ് ഉണ്ടാവും. അത് രണ്ടും റിമൂവ് ചെയ്യുക. അതിനുശേഷം വേണം നമുക്ക് ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ഒരു ഓസ് ഹോൾഡറാണ്. നമുക്ക് ഫുഡ് വാൽവ് കണക്ട് ചെയ്യുന്ന ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ചിൻ്റെ ഓസ് ഹോൾഡറാണ്. അതിലാദ്യമേ ഷെല്ലാക്കി പുരട്ടിയതിന് ശേഷം ത്രെഡ് സീല് ചുറ്റുക. അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഓസ് കണക്ട് ചെയ്യുന്നത്. ഓസ് കണക്ട് ചെയ്യുമ്പം ഓസ് ഹോൾഡറും ഓസുമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആദ്യമേ ഓസിലിട്ടതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് മുറുക്കുക. അതിനുശേഷം ഫുഡ് വാൽവ് ഒരു ഓസ് ഹോൾഡർ കണക്ട് ചെയ്യുക. നമ്മൾ ഏത് കണക്ഷൻ യൂസ് ചെയ്താലും അതായത് ഷെല്ലാക്ക് പുരട്ടുന്നത് നല്ലതാണ്. കാരണം കണക്ഷൻ അത് ടൈറ്റായിട്ടിരുന്നോളും. അതുപോലെ എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ ആ ത്രെഡ് സീലും കൂടി ഒന്ന് ചുറ്റിയേക്കുക. അതുപോലെ നമ്മൾ ഫുഡ് വാൽവിൻ്റെ ഏത് കണക്ഷൻ യൂസ് ചെയ്താലും അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ പാർട്സും, അതായത് ക്ലിപ്പ്, ഫുഡ് വാൽവ്, ഓസ് ഹോൾഡർ, ഫുഡ് വാൽവിൻ്റെ ഓസ് എല്ലാം അതിൻ്റെ അളവെല്ലാം വരുന്നത് 1.25 ഇഞ്ചാണ്. ഇനി ഔട്ട് വരുന്നതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓസ് ഹോൾഡർ, ക്ലിപ്പ്, അതുപോലെ ടീ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ഇഞ്ചിൻ്റെയാണ്. ഇനി ആ ഓസ് ഹോൾഡർ കണക്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 3/4 ഇഞ്ചിൻ്റെ സ്പ്രിംഗ്ലറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ പോകുന്ന ഓസിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ടീ എടുക്കുക. അതിൽ 3 ഓസ് ഹോൾഡർ കണക്ട് ചെയ്യുക. ഈ പാസ് ചെയ്യുന്ന ഓസ് 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് കണക്ട് ചെയ്യുക. പിന്നെ ഈ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതേന്ന് ഓസ് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഇത് കണക്ട് ചെയ്യുക. അതിൻ്റെ എൻഡിൽ ഈ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യുക. നമുക്ക് ഞാൻ നോക്കാം. ഇതുപോലെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഈ വരുന്നത് മോട്ടറിൽ നിന്ന് വെള്ളം വരുന്ന ഓസാണ്. ഇതിവിടുന്ന് പാസ് ചെയ്ത് ഇങ്ങനെ അടുത്ത സ്പ്രിംഗ്ലറിലോട്ട് പോകുന്നു. ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു സ്പ്രിംഗ്ലർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഓസ് കട്ട് ചെയ്ത് ഈ ടീയെ ജോയിൻ ചെയ്തേക്കുന്നതാണ്. ഇനിയിപ്പം ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ അടുത്ത സ്പ്രിംഗ്ലർ കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ വരുന്നത് 1 ഇഞ്ചിൻ്റെ ഓസാണ്. അപ്പം 1 ഇഞ്ചിൻ്റെ ഒരു ഓസ് ഹോൾഡറിൽ നമ്മൾ 1 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് ആക്കാനുള്ള ഒരു റെഡ്യൂസർ കണക്ട് ചെയ്താക്കുവാണ്. ഇതിൻ്റെ എൻഡിലാണ് നമ്മൾ ഇനി സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതുപോലെ നല്ല നീളമുള്ള ഒരു കമ്പ് എടുക്കുക. അതിൽ നമ്മൾ ഈ സ്പ്രിംഗ്ലർ കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് കുത്തി നാട്ടി വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് വാൽവിൽ വെള്ളം നിറയ്ക്കാം. അതിനുശേഷം നമുക്ക് മോട്ടർ ഓണാക്കി നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വാൽവ് വെള്ളത്തിലിടുമ്പോൾ ഒരു 2-3 അടിയെങ്കിലും അതിന് അടിത്തട്ടിൽ നിന്ന് പൊങ്ങി നിൽക്കണം. അല്ലെങ്കിൽ ആ വെള്ളം വലിക്കുന്നതിൻ്റെ ശക്തി കുറയും. നമ്മളിപ്പം ഒരെണ്ണം ഈ ചീമ്മൂരിക്കിൻ്റെ മേളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ്ലർ വെക്കുന്നതിൻ്റെ തൊട്ടടുത്തൊന്നും അധികം ഇലകളൊന്നും കാണരുത്. കാരണം ഈ വെള്ളം സ്പ്രിംഗ്ലർ ചീറ്റി വരുമ്പം ആ ഇലകൾ തട്ടി അകലിലോട്ട് പോകാതിരിക്കും.
ഇനി നമുക്ക് മോട്ടറിലോട്ട് സർവീസ് വാൻ്റെ കണക്ഷൻ കൊടുക്കാം. അതിന് പൊളാരിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല. മോട്ടറിൻ്റെ അവിടെ 2 വയർ കാണും. അത് നമ്മൾ സർവീസ് വാൻ്റെ 2 ഇഞ്ചിലുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ കണക്ഷൻസ് ഒക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ഒന്ന് ഓണാക്കി നോക്കാം.